സദസ്സിന് വന്ദനം. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. ഇന്ന് നവംബർ 14 ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഒരു ചെമ്പനീർ പൂവിൻ്റെ നൈർമല്യത്തോടെ നാം എന്നും ഓർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, പ്രഭാഷകൻ, ചരിത്രകാരൻ, രാഷ്ട്രീയ തത്വചിന്തകൻ, രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നിയമം അവതരിപ്പിച്ച പ്രതിഭ, സർവോപരി കുട്ടികളുടെ കൂട്ടുകാരൻ. 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ മോട്ടിലാൽ നെഹ്റു, അമ്മ സ്വരൂപ് റാണി. കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്ന അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുക. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നല്ലൊരു തലമുറ ഉണ്ടാകൂ എന്ന് നെഹ്റു നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഓരോ ഇന്ത്യക്കാർക്കും പ്രചോദനമാണ്. ഭാഷ, നിറം, ജാതി, മതം എന്നീ വേർതിരിവുകളില്ലാതെ ഏവർക്കും തുല്യമായി നീതി നടപ്പാക്കുക, കർഷകരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പോലുള്ള അനാചാരങ്ങൾ ഉന്മൂലനം ചെയ്യുക, സമത്വ സുന്ദരമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നിവയായിരുന്നു ചാച്ചാജിയുടെ ദർശനങ്ങൾ. ജവഹർലാൽ നെഹ്റുവിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ചാച്ചാജിയെ സ്നേഹിക്കുന്ന കുട്ടികളും ചാച്ചാജിയുടെ ദർശനത്തിലുള്ള ഇന്ത്യക്കായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അറിവിനോടൊപ്പം നന്മയും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചാച്ചാജിയുടെ ദർശനത്തിലുള്ള ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹോഷ്മളമായ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.